പിന്നെങ്ങനെയാണ് നോമ്പ് പിടിക്കുക? നിങ്ങളെ കഥയോ മഹത്വം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മദീനത്തുൽ നബവിയുടെ ചാരത്തുള്ള ഒരു ഭവനത്തിൽ നിന്ന് ഹബീബായ നബി തങ്ങളുടെ സഹാബത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വരികയാ. വ്യക്തമായ ഹദീസാണ് പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ മനസ്സിലാക്കണേ. അപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിന്റെ അടുപ്പിന്റെ തീ കണ്ടിട്ട് പുക കണ്ടിട്ട് നോമ്പുപേക്ഷിക്കുന്നവര് എനിക്ക് മഹത്വമാണ്, എല്ലാം അറിയാം, മഹത്വമുണ്ട്, ഒരുപാട് പ്രതിഫലമുണ്ടൊക്കെ അറിയാം. പക്ഷേ ഇങ്ങനെയാണ് അപ്പുറത്തെ കല്യാണം നടക്കുമ്പോ നോമ്പ് വിടണ്ടേന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരാ. മസലകൾ നമുക്ക് ധാരാളം പറയാറുണ്ട്. പക്ഷേ മദീന പള്ളിയോട് ചേർന്നുള്ളതായ ഒരു ഭവനത്തില് അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ട സഹാബത്തും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ബിലാൽ റളിയല്ലാഹു തആല കടന്നു വരികയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. റസൂലുള്ളാഹി ബിലാലിനെ കണ്ടപ്പോ പറഞ്ഞറിയോ, യാ ബിലാൽ ബിലാലേ, ഒന്ന് സുപ്രേക്ക് ബിലാൽ, ഒന്ന് ഭക്ഷണം കഴിക്കു ബിലാൽ, ഒന്ന് ഭക്ഷണം കഴിക്കു ബിലാലെ. കാര്യമെന്തെന്നറിയോ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ പട്ടിണിയാ, ബിലാലിന്റെ ഭവനത്തിൽ പട്ടിണിയാ, സഹാബത്തിന്റെ വീടുകളിൽ പട്ടിണിയാണ്. സഹോദരങ്ങളെ, പട്ടിണി മാത്രം ശീലമുള്ള അവിടെ ജീവിതത്തിലെയും വിശപ്പവനെ വയറിനെ പോലെ കപ്പിച്ചു ചാമ്പലാക്കി കാണുന്ന ദിനരാത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിയുടെ സദ്യ കിട്ടിയ നബിതങ്ങൾ മാത്രം കഴിക്കൂല, സഹാബത്തിനെ കൂടെ വിളിക്കുമായിരുന്നു. ബിലാൽ നടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുകയാണ്, യാ ബിലാൽ കഴിക്കു ബിലാലേ, വന്നിരുന്ന് കഴിക്കു ബിലാൽ. ആ സമയത്ത് ബിലാൽ പാലരുമെന്നറിയോ, ഇന്നീ സ്വായിയാ റസൂലല്ലാഹ്, ഇന്നെനിക്ക് നോമ്പാ നബിയേ, ഇന്നെനിക്ക് സുന്നത്ത് നോമ്പാ നബിയേ, ഞാനിന്ന് നോമ്പ് പിടിച്ചിരിക്കുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്താണെന്നറിയോ, പുരുഷേരി മുക്കിലെ പെണ്ണുകളോട് പറയുകയാ, എന്തേ ഗുളിക കഴിക്കുന്നതിന്റെ പേരില്, മരുന്ന് കഴിക്കുന്നതിന്റെ പേരില്, അതല്ലെങ്കിൽ ഭക്ഷണം ഓവറായി പോയെന്നതിന്റെ പേരില്, കൊളസ്ട്രോൾ അധികരിച്ചു എന്നതിന്റെ പേരില്, ഷുഗറിന്റെ പാരമ്യതയില് വന്നു എന്നതിന്റെ പേരില് ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങളോ. എന്റെ പ്രിയപ്പെട്ട പിള്ളന്മാരെ, സഹോദര, ഭക്ഷണത്തിൽ പോലും ഞാനും നിങ്ങൾ ഒരു ചെറിയ തീർപ്പുകളിൽ ഞാനും നിങ്ങൾ ജീവിക്കുമ്പോ ഈ ഹദീസ് നിങ്ങൾ വ്യക്തമായി കേൾക്കണേ. ഒന്ന് നീയത്ത് വെച്ചൂടെ, സുന്നത്ത് നോമ്പെടുത്തോടെ. ബിലാൽ നോമ്പാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബത്തെ, നഖുലു അസാസന വരിസ്ഖു ബിലാലിൻ ഫിൽ ജന്ന. നമ്മുടെ ഭാര്യമാരുണ്ടാക്കിയ ഭക്ഷണമാണ് കഴിക്കുന്നത്, നമ്മുടെ പെൺമക്കളുണ്ടാക്കിയ ഭക്ഷണമാണ് കഴിക്കുന്നത്. പക്ഷെ ബിലാൽ കഴിക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ ഭക്ഷണമാണ്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ ഭക്ഷണമാ ബിലാൽ കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി വിശദീകരിക്കുകയാണ്. ഒരു നോമ്പുകാരന് സുന്നത്ത് നോമ്പുകാരന്, ഒരു നോമ്പുകാരന് അത് ഫർളാകട്ടെ സുന്നത്താകട്ടെ, ഒരു നോമ്പുകാരൻ ഒരു സദസ്സിലോട്ട് കടന്നു ചെല്ലുമ്പോ ആ സദസ്സിലുള്ളവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന എന്റെയും നിങ്ങളെയും മനസ്സിലോട്ട് കടന്നു വരുന്ന രംഗമാണ്. അല്ലാഹുവേ, പടച്ചവനെ, സദ്യയാണെന്ന് കരുതിയാ നോമ്പ് പിടിച്ചത്, പക്ഷേ നല്ല മട്ടൻ ബിരിയാണിയാണല്ലോ, എന്ത് ചെയ്യാൻ നഷ്ടമായി പോയല്ലോ. ചിന്ത വേണ്ട ചെറുപ്പക്കാരാ, ചിന്ത വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നോമ്പുകാരനായിട്ട് സദസ്സിലോട്ട് കടന്നു പോകുമ്പോ ആ സദസ്സിലുള്ളവർ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന നബിതങ്ങൾ പറയുകയാണ്, അവന്റെ ശരീരത്തിലുള്ള മുഴുവൻ അവയവങ്ങളും അവന് വേണ്ടി തസ്ബീഹ് ചെല്ലുകയാണ്, അവന്റെ കാല് കൈകളും അവന് വേണ്ടി തസ്ബീഹ് ചെല്ലുകയാണ്, അവന്റെ വായും വയറും അവന് വേണ്ടി തസ്ബീഹ് ചെല്ലുകയാണ്, അവന്റെ കണ്ണും കാതും അവന് വേണ്ടി തസ്ബീഹ് ചെല്ലുകയാണ്, അവന്റെ നാക്കും മൂക്കും അവന് വേണ്ടി തസ്ബീഹ് ചെല്ലുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന് നോമ്പുകാരനാകട്ടെ സദസ്സിലോട്ട് കടന്നു ചെല്ലുമ്പോ, അത് കല്യാണമാകട്ടെ, അത് മൂന്നാം ഫാത്തിഹ ആകട്ടെ, അത് പാലുകാശാകട്ടെ, ഏത് സദസ്സിലാണെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിലോട്ട് നോമ്പ് പിടിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഉമ്മ, നോമ്പ് പിടിച്ചുകൊണ്ട് കടന്നു പോകുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിന്റെ തലമുടി മുതൽ നിന്റെ കാൽപാദം വരെയുള്ള ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും നിനക്ക് വേണ്ടി തസ്ബീഹ് ചെല്ലുകയാ. നിന്റെ തസ്ബീഹ് ചെല്ലുന്ന നാവ് മാത്രമല്ല, നിന്റെ മൂക്കും നിന്റെ കണ്ണും നിന്റെ കാതും നിന്റെ വായും നിന്റെ വയറും നിന്റെ കാലും നിന്റെ കൈയും എല്ലാ അവയവങ്ങളും